ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബംഗാൾ സ്പെഷ്യലായിട്ടുള്ള ആലു പൂരിയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതല്ല ഡിന്നറിനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് രീതിയിൽ കഴിക്കാനാണെന്നെങ്കിൽ ചൂടോടെ കഴിക്കാനാണെങ്കിൽ അങ്ങനെയായാലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു പൂരി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് വലിയ 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മാവിലേക്ക് നേരെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് ചേർക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂണൊക്കെ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂണ് അയമോദകം ഉണ്ടല്ലോ അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാനുള്ള കാരണം ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയമോദകം ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കംപ്ലീറ്റ് മുഴുവനായിട്ട് അതിലേക്ക് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടിപ്പോവരുത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടും ഇങ്ങനെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുത്ത് നോക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ്, ചൂടുവെള്ളം ഒന്നുമല്ല, നോർമൽ വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് നോക്കിയതിന് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കറക്റ്റ് അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് കുഴച്ചെടുക്കുന്ന ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർക്കാനുണ്ട്. അഥവാ ഒരു 3 ടേബിൾ സ്പൂണ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും എല്ലാം കിട്ടും റവ കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് അതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കുഴച്ചെടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഓയിലൊന്നും എല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെടുത്ത് ഇപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഞാനിത് പൂരി പ്രസ്സിൽ വെച്ചിട്ടാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൂരി പ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണോ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് ആ രീതിയിൽ പരത്തിയെടുത്താലും മതി. പൊടിക്ക് പകരം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്ന രീതിയിൽ പരത്തിയെടുക്കുക. പൊടി വെച്ചിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പൂരി പ്രസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾസും നമ്മൾക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് തിന്നായിട്ട് പോകരുത് കേട്ടോ. നമ്മുടെ ഈ ഒരു പൂരിക്ക് വേണ്ടി പരത്തുന്ന പത്തിരി ഓവറായിട്ട് തിന്നായി പോയാൽ ശരിക്കും അത് പൊങ്ങി വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓവറായിട്ട് കട്ടിയും വേണ്ട. ചെറിയ രീതിയിലൊന്ന് തിന്നായ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അതായത് ഇത്രയും തിക്നെസ് മതി കേട്ടോ. പിന്നെ നമ്മളിത് ഓയിലിൻ്റെ അടുത്ത് പൂരി പ്രസ് കൊണ്ടുപോയിട്ട് ഓരോന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് അങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക, ചുട്ടെടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് മാത്രമേ ഇപ്പോൾ പരത്തിയിട്ടുള്ളൂ. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഈ ഒരു സമയത്ത് അടുത്തത് പരത്തുക. അങ്ങനെ ഓരോന്ന് ആ ഒരു ഓയിലിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിയും കേട്ടോ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ല ഒരു നമുക്ക് ഏകദേശം കുക്കായി എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത്, ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത്, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആദ്യത്തേത് കുറച്ച് ടൈം എടുത്താലും അടുത്തതൊക്കെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സാവധാനം അത് പൊങ്ങി ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, കംപ്ലീറ്റ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കംപ്ലീറ്റ് തന്നെ നല്ല പഫായിട്ട് തന്നെ വരും. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു പൂരി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടെ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല, കറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പൂരി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്